ഇന്നേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു അച്ചാറാണേ, ഒരു നോൺ വെജ് അച്ചാറാണ്. കുറേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച്. ഏതാണെന്നറിയോ? ബീഫ് അച്ചാർ. നല്ല കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് മാറ്റി വെച്ചു അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അതെന്താ അറിയോ, ഇടയ്ക്ക് കഞ്ഞി കുടിക്കണം നമുക്ക് തോന്നുമ്പോൾ ഒരു അച്ചാറില്ലാണ്ട് ടേസ്റ്റ് ഇല്ല. കഞ്ഞിയുണ്ട്. ഈ അച്ചാർ ഞാൻ എന്നാലും ഇട്ടാട്ടോ. ഒരു 5-6 നാരങ്ങ ഉണ്ടായിരുന്നു, അന്ന് ചന്തയിൽ പോയപ്പോൾ മേടിച്ചായിരുന്നു. ആക്ച്വലി വെള്ളം കലക്കി കുടിക്കാൻ മേടിച്ചാണ്. ഞാൻ അച്ചാർ വയ്ക്കാൻ തോന്നിയപ്പോൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൊണ്ടിട്ടോ അപ്പോൾ എന്നാലും ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിട്ടാണ്, നല്ല ടേസ്റ്റ്. ഇതിന് എരിവും മുക്കൊന്ന് പിടിക്കണം. അപ്പോഴേക്ക് ഞാൻ ബീഫിൻ്റെ അച്ചാറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. ഇതാ ഗൈസ്, കുറച്ച് ബീഫ് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇന്ന് കുറച്ചെടുക്കുന്നുള്ളൂ, അച്ചാറിന് വേണ്ടി കുറച്ചേരം എടുക്കുന്നുള്ളൂ. അയ്യോ, ഫ്രിഡ്ജിലായിരുന്നു, തണുപ്പ് മാറ്റാൻ എടുത്തു വെക്കാൻ മറന്നുപോയി. നല്ല തണുപ്പ്. അച്ചാറിനൊക്കെ ചെറിയ പീസാക്കിയാൽ മതി കേട്ടോ. എനിക്ക് അറിയില്ല, ഞാൻ ഒരു തവണ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മത്തി വെച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷെ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഒരു 2 ദിവസം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിയുകയും ചെയ്തു, അത് വേറെ കാര്യം. രണ്ടതൊക്കെ അതിൻ്റെ കൊഴുപ്പാണ് കേട്ടോ. നമുക്കിത് തന്നെ കുറച്ചെടുക്കുന്നുള്ളൂ. കുറച്ച് അൻവി പറഞ്ഞു, മോള് പറഞ്ഞു വൈകിട്ട് ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ബീഫൊക്കെ കഴുകി കേട്ടോ. ഇത്ര ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചെറിയ 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 പീസ്. അത് നന്നായിട്ടുണ്ടോ ഗൈസ്? ഞാൻ മീഷോ ഒന്ന് വാങ്ങിച്ചാൽ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് 7 സ്പൂണ് മല്ലിപ്പൊടി എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. ഇതിനിടയിൽ പിങ്കൊന്നും എണീറ്റായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും പോയി തുപ്പയൊന്ന് ആട്ടി. വീഡിയോ കറക്റ്റായി എന്നെ കാണുന്നുണ്ടോ നോക്കിയത്. വീഡിയോ എടുത്തരാനൊന്നും ആവില്ല, ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. കറക്റ്റായി ഞാൻ പെടുന്നുണ്ടോ എന്ന് നോക്കിയതായിരുന്നു. അത് ഇഞ്ചെല്ലാം കുഞ്ഞാന്നായിരുന്നു. കായമാണ് കേട്ടോ, അത് കായത്തിൻ്റെ കട്ടയാണ്. അതൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചൂടാക്കി എടുക്കണേ. ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആക്ച്വലി നല്ലെണ്ണയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. നല്ലെണ്ണ എനിക്ക് കുറവാണ്, അപ്പം ഞാൻ ഒന്നാമത് അധികം ദിവസം എത്തില്ല ഞങ്ങളുടെ വീട്ടിൽ. ഇതെന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കുറച്ച് ഓയിലാണ്. അത് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കിയത്, അതിൻ്റെ ബാലൻസ് ഓയിലാണ്. ഫ്രിഡ്ജിലായിരുന്നു. നമ്മൾ ഈ എണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. കൊടുക്കാൻ പറ്റും കുറേശ്ശെ നമുക്ക് ബീഫൊന്നും വെള്ളമാണെന്ന് പറയാൻ അറിഞ്ഞുകൂടാനാണ് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ പിങ്കു തണീറ്റു, ഉറങ്ങിയിട്ടു. പിങ്കു ഇത്ര നേരം എന്നെ ഹെൽപ്പ് ചെയ്തതാണ്, ഉറങ്ങി ഹെൽപ്പ് ചെയ്തായിരുന്നു.
ഇപ്പം എണീറ്റു. ഇനി ഇവളെയും കൊണ്ടായിട്ട് ഞങ്ങൾ കുക്കിങ്. പുറത്ത് നല്ല വെയിലാണ് ഗൈസ്. കണ്ടത് കുറച്ച് ഹായ് പറയടാ സുപ്പൈ, കുട്ടി ഹായ് പറയടാ. ഓക്കെ ഗൈസ്, ഒരു നല്ല ബീഫ് വറുക്കുന്നതിൻ്റെ നല്ല ഫ്ലേവർ. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം ഗൈസ്. ആക്ച്വലി വേവിച്ചിട്ട് വേണം തോന്നുന്നു ഫ്രൈ ചെയ്യാൻ. ചാച്ച അറിയില്ല. പക്ഷെ അധിക നേരമായി ഞാൻ നോക്കട്ടെ പോകും. കുറച്ചധികം സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തു കേട്ടോ ഗൈസ്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നോക്കൂ, എത്ര അത്യാവശ്യം വലിയ പീസ് ഇട്ടതായിരുന്നു. നോക്കൂ, ഫ്രൈ ആയി. നോക്കൂ, ചെറിയ ചെറിയ പീസ്. കുറച്ചും കൂടെ വലുതാക്കി മുറിക്കായിരുന്നു. നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം കേട്ടോ. അപ്പോൾ ബീഫ് ബാലൻസ് ഒന്നും കൂടെ ഫ്രൈ ആവട്ടെ കേട്ടോ. കുറച്ച് കട്ടി വയ്ക്കാം. സമയത്തിലാണ് കഞ്ഞി എണ്ണ ചൂടായി. അപ്പം നമുക്ക് ലേശം കടുക് ഇടാം കേട്ടോ. കടുക് ആവശ്യം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടുള്ളൂ. എനിക്ക് കടുക് ഇത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടു. അതിലേക്ക് നമ്മൾ മൂന്നും ഓരോന്നായി ചെറുതായി വാടിയ ശേഷം ഇട്ടാൽ മതി. പക്ഷെ എൻ്റെ കയ്യിൽ പിങ്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം അവിടെ വെക്കാൻ പറ്റില്ല. ഞാൻ മൂന്നും ഒരുമിച്ചിട്ട് കഴിക്കണം. കൂടെ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ കുറച്ച് മുന്നേ നമ്മൾ ബീഫ് പൊരിച്ചെടുത്ത അതേ ചട്ടി തന്നെ ഞാൻ നല്ലെണ്ണ ഒഴിച്ചത്, അതുകൊണ്ടാണ് ഇതാർക്ക് കറിവേപ്പിൻ്റെ വാടിയൊക്കെ ഉണ്ട്. ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നമ്മൾ മൂത്ത് വന്നു കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ചല്ലേ എരിവിന് ആവശ്യമുള്ള മുളക്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ശേഷം നമുക്ക് മസാലപ്പൊടി ഇടാം. മീറ്റ് മസാല, ബീഫായതുകൊണ്ട് മീറ്റ് മസാല കുറച്ചിട്ടു. അപ്പോൾ മസാലപ്പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നു കേട്ടോ. കുറച്ച് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വിനാഗിരി ഒഴിച്ചു. നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് കുറച്ച്
കുറച്ച് ഉലുവാപ്പൊടി കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്തെന്ന് ഒരു പീസ് ഇട്ട് വായിൽ വെച്ചാക്കിയാണ്, അതുകൊണ്ടാണ് പോയത്. ഇത് കായപ്പൊടി കേട്ടോ, നമ്മൾ അപ്പോഴേ വറുത്ത് പൊടിച്ചിടാം. കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു, അതിന് കുറച്ചുകൂടെ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. കുറച്ചുകൂടെ ഓയിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ബീഫ് അച്ചാർ റെഡി കേട്ടോ. കുറച്ചാണ് ഉണ്ടാക്കിയെന്ന് നോക്കാനായിട്ടാണ്.